പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവഴുത്താണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. തീയിൽ ദഹിക്കാത്ത മുൾപ്പടർപ്പ് മോശയ്ക്ക് ലഭിക്കുന്ന ഒരു വലിയ ദർശനമാണ് രക്തം ചെയ്യൽ. ഇവിടെ നാം ചിന്തിക്കുന്ന വചനം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. പഞ്ചഗ്രന്ഥങ്ങൾ 5 പുസ്തകം വായിക്കുമ്പോൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശക്തമായിട്ട് നമ്മൾ പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. പ്രൈസ് ലോർഡ്. ലേവ്യ പുസ്തകം 19 വായിച്ചാൽ തുടർന്ന് അധ്യായങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസിലെ 16 പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങൾ വിശുദ്ധരായിരിക്കും. അപ്പം വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുത്താണ് വേദപുസ്തകത്തിന്റെ ആദ്യോടന്തം അവസാനം വരെ നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്. മോശയോടും അത് തന്നെയാണ് ദൈവം പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയണം. ഹല്ലേലൂയ. അതേ വചനം തന്നെ നമ്മോടും പറയുന്നത്, നാം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുമ്പോൾ, വിശുദ്ധ ഭൂമിയാകുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മളിൽ നിന്ന് പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് നമ്മുടെ കാലുകളെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ മോശ കണ്ട ഒരു വലിയ ദർശനമാണ്. പുറപ്പാട് 3-1 തൊട്ട് 5 വരെ വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. കത്തുന്ന മുൾപ്പടർപ്പ് നശിക്കാതിരിക്കുന്നത് കണ്ടിട്ട് മോശ അതിന്റെ അടുക്കൽ ചെന്നു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. രക്തം ചെയ്യും. തീയിൽ ദഹിക്കാത്ത മുൾപ്പടർപ്പ് യഥാർത്ഥ ദൈവ പൈതലിന്റെ ചിത്രമാണ്. തീയിൽ ദഹിക്കാത്ത മുൾപ്പടർപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥമായ മുൾപ്പടർപ്പ് യഥാർത്ഥ ദൈവത്തിന്റെ ചിത്രമാണ്. മാത്രമല്ല, ഇത് കഷ്ടതയിൽ വേവുന്ന ഇസ്രായേലിന്റെ ചിത്രം കൂടെയാണ്. കഷ്ടതയിൽ വേവുന്ന ഇസ്രായേലിന്റെ ചരിത്രം കൂടെയാണ്. ഹല്ലേലൂയ. കഷ്ടതയുടെ ചൂളയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ഒരു ദൈവവിധൽ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ആ കഷ്ടതയെ ചൂളയിൽ ദഹിച്ചു പോകുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ തീച്ചൂള എന്ന് പറയുന്നത്. ഒരു ദൈവ കഷ്ടതയുടെ തീച്ചൂളയുടെ കടന്നു പോയാലും ആ മുൾപ്പടർപ്പ് കത്തിക്കരിഞ്ഞു പോകാത്തിടത്തോളം കാലം ഒരു ദൈവത്തിലും ഒരു തീച്ചൂളയിലും നശിക്കത്തില്ല. അത് ഹല്ലേലൂയ നമുക്ക് വേദപുസ്തകം വായിക്കുമ്പം കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പം അവിടെ ഹല്ലേലൂയ ചാരമാകുവാൻ പിശാചിന് തന്ത്രപ്പാടുകളുമായിട്ട് വരും. നമ്മളവിടെ ചാരമാകാൻ പിശാച് പല തന്ത്രങ്ങളുമായിട്ട് വരും. പക്ഷെ ചാരമാകത്തില്ല. പ്രൈസ് ലോർഡ്. കത്തുന്നെങ്കിലും ദഹിക്കാത്ത മുൾപ്പടർപ്പാണ് മോശയെ ആകർഷിക്കുവാൻ കഴിയുള്ളൂ. കത്തുന്ന മുൾപ്പടർപ്പാണെങ്കിലും അത് ചാരമാകാതിരിക്കുന്നതാണ് മോശയെ ആകർഷിക്കുന്നത്. എന്നതുപോലെ കഷ്ടതയിലും തളരാതെ ഒരു ദൈവത്തിൽ മറ്റൊരാളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളിൽ കൂടി ദൈവിക സാന്നിധ്യം വെളിപ്പെടും. ഇന്ന് പകൽ ദൈവത്തിന് കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, നീ ഒരുപാട് കഷ്ടതയുടെ തീർച്ചൂടെ കടന്നു പോകുമ്പോഴും, പ്രതികൂല സാഹചര്യങ്ങൾ നിനക്ക് ഒന്നിനെതിരെ ഒന്നായി കടന്നു വരുമ്പോഴും, നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ വേണ്ടി പല തന്ത്രങ്ങളുമായി ലോക ശക്തികൾ എഴുന്നേറ്റാലും അതിൽ നീ തകർന്നു പോകേണ്ട മോശയ്ക്ക് കണ്ട മോശ കണ്ട ഈ വെളിപ്പാട്, തീയിൽ കത്താത്ത മുൾപ്പടർപ്പ് അതുപോലെ നിൽക്കുന്നത് പോലെ ഒരു ദൈവം ഇതിനെ നിന്നെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കഷ്ടതയുടെ തീർച്ചൂളെ നീ കടന്നുപോയാലും സാത്താൻ നിന്നെ ചാരമാക്കുമെന്ന് പറഞ്ഞാലും ഒരിക്കലും നിന്നെ തളർത്തിക്കളയാതെ ആ കഷ്ടതയുടെ തീർച്ചൂളയിൽ ദൈവം നിന്നെ പുറത്തെടുക്കും. രക്തം ചെയ്യും. അങ്ങനെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന. പ്രതിസന്ധികൾ നമുക്ക് ഏറെ വർദ്ധിക്കാം, പ്രതികൂലങ്ങൾ കടന്നു വരാം.
അതിന് നടുവിൽ പതറിപ്പോകാതെ വിശ്വാസത്താൽ ഉറച്ചു നിൽക്കണം കേട്ടോ. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ തീയുടെ നടുവിൽ ദൈവം മോശയോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ കൈവിടുമ്പോൾ കഷ്ടതയുടെ നടുവിൽ നമ്മെ കരം പിടിക്കുന്ന ദൈവം, ആമേൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്ഥാനം നമ്മുടെ നടുവിലാണ്. നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളെ എല്ലാവരും കൈവിട്ട് കളയുമ്പോൾ, ആരും ചേർത്ത് പിടിക്കാനില്ലാതെയുമ്പോൾ, ആ കഷ്ടതയുടെ നമ്മിൽ കൈപിടിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സ്ഥാനം കൊടുക്കണം. പ്രൈസ് ലോർഡ്. കഷ്ടതയുടെ നടുവിൽ നമ്മെ കൈപിടിച്ചുയർത്തുവാൻ, നമ്മെ കൈപിടിച്ച് മാനിക്കുവാൻ, നമ്മെ കൈപിടിച്ച് നടത്തുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുന്നുള്ളത് മോശ കണ്ട ഈ വെളിപ്പാടിലൂടെ, ഈ ദർശനത്തിലൂടെ നമുക്ക് ബോധ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന് വചനം വായിക്കും, വെറൂർ ആട്ടിടനായി മല കയറിയ മോശ നേതാവായി മല ഇറങ്ങി വരികയാണ്. അവനുണ്ടായ മാറ്റം നോക്കണം. ദൈവസാന്നിധ്യം നമ്മെ മാറ്റി മറിച്ച് ഉന്നതമായ സ്ഥാനത്തിൽ എത്തിക്കും. ഒരാട്ടിടനായിട്ട് കടന്നുപോയ മോശയാണ്. പക്ഷെ ആ മോശ ദർശനം കണ്ട് പിന്നെ മലയിൽ നിറങ്ങി വരുമ്പോൾ മോശയിലുണ്ടായ മാറ്റം, പ്രൈസ് ലോർഡ്. അതെ, നീ കഷ്ടതയുടെ കടന്നുപോയി ആ കഷ്ടതയെ തിരിച്ചുളയുന്ന ആ കാഠിനമായ ശോധനയുടെ ഒക്കെ കടന്നുപോയിട്ട് നീ പുറത്തു വരുമ്പോൾ നിന്റെ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ശത്രുഘ മേശക അഭിനോഗ എന്നിവരോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് പോലെ നിന്നോട് കൂടെ ദൈവം ഇരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ശത്രുഘ മേശക അഭിനോ തീ കൂടെ കടന്നുപോയപ്പോഴും ആ തീയുടെ നടുവിൽ 4-മനായി ഇറങ്ങി വന്ന് യേശു. ഇവിടെ മോശ കത്തുന്ന മുൾപ്പുറപ്പ്, ആ മുൾപ്പുറപ്പ് കത്താൻ നിൽക്കുന്നു. അതിൽ ദൈവശബ്ദം കേട്ടതുപോലെ നിന്നെ തകർക്കുവാൻ തീയുടെ ആധിപത്യം, തീയുടെ സാന്നിധ്യം കടന്നു വന്നാലും 4-മനായ ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. മോശ മുൾപ്പുറപ്പിൽ ദൈവശബ്ദം കേട്ടതുപോലെ നീയും ദൈവശബ്ദം കേൾക്കുവാൻ നീ ഒരുങ്ങിക്കൊടുക്കുന്നെങ്കിൽ നിന്നെ ഈ ലോകത്തിൽ ആർക്കും മുക്കിക്കളയാൻ കഴിയില്ല. ഹല്ലേലൂയ. നാം വിശുദ്ധിയാണ് ഇവിടെ ഏറ്റവും ആവശ്യം. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. ദൈവവചനത്തിനും ദൈവത്തിനും വിരുദ്ധമായ സകല അശുദ്ധിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി തന്നെയാണ്. കർത്താവ് നമ്മുടെ അല്ലെങ്കിൽ കാലുകളെ കാണുന്നു. ദൈവം നമ്മുടെ കാലുകളെ കാണുന്നു. പ്രഭാതത്തിൽ നീ കട്ടിൽ നിന്നോ അല്ലെങ്കിൽ പായിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നിന്റെ കാല് നിലത്തു കുത്തുന്ന ആ സമയം തൊട്ട് അന്നത്തെ ദിവസം മുഴുവൻ നിന്റെ കാലുകളെ ദൈവം കാണുകയാണ്. നിന്റെ കാലുകളുമായി നീ എങ്ങോട്ടാണ് ഓടുന്നത്, നിന്റെ കാലുകൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, നിന്റെ കാലുകൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം ഏത് എന്നൊക്കെയുള്ളതെല്ലാം കർത്താവ് കാണുകയാണ്. ഹല്ലേലൂയ. കാലുകൾക്ക് ചെരുപ്പ് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. മിസ്രൈമിൽ വെച്ച് പെസക കഴിയാമേ ഭക്ഷിക്കുമ്പോൾ അരകെട്ടിയും കാലിന് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ചും കൊണ്ട് തിന്നണമെന്ന് കർത്താവ് പറഞ്ഞതായിട്ട് പുറപ്പാട് പുസ്തകം 12:15 കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മിസ്രൈമിൽ ഏത് സമയവും പുറപ്പെടണം. നിങ്ങളുടെ കാലുകളിൽ മുള്ള് കൊള്ളാതിരിക്കാൻ, നിങ്ങളുടെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, കാലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെരുപ്പിട്ട് കൊള്ളണം എന്ന് കർത്താവ് പറയാം. ചെരുപ്പണിഞ്ഞ പാദങ്ങൾ ഒരുക്കത്തെ വെളിപ്പെടുത്തുന്നത്. മിസ്രൈമിൽ നിന്ന് ചെരുപ്പിട്ട പാദങ്ങൾ ഒരുക്കത്തെ കാണിക്കുക. ഹല്ലേലൂയ. മരുഭൂമിയിലെ യാത്രയിലൂടെ ദൈവം വരെ നടത്തിക്കൊണ്ടു വന്നപ്പോൾ അവരുടെ ചെരുപ്പുകൾ പഴകിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിന്റെ 2 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും തന്നെ, എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെ തന്നിട്ടില്ല. ഞാൻ 40 സംവത്സരം, ഹല്ലേലൂയ, നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിൽ സാചനത്തെ നടത്തിയിട്ടും അവർ വസ്ത്രം ജീർണിച്ചു പോയില്ല. അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞിട്ടുമില്ല. ഇവിടെ നമ്മൾ നോക്കണം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനത്തിന് 40 വർഷം നടക്കുവാനുള്ള വസ്ത്രം കാണില്ല, ചെരുപ്പും കാണത്തില്ല. പിന്നെ എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഒക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ്. അതെ, നിന്റെ ജീവിതത്തിലും അതുപോലെയുള്ള അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന ശോധനയുടെ നടുവിൽ, ദാരിദ്ര്യങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ കൈപിടിച്ചുയർത്താൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്.
ഭാരത്തോടെ ഇരിക്കുന്ന ജീവിതങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, തകർക്കുവാൻ ശത്രു വരും, എന്നാൽ നിന്നെ ഉയർത്തുവാൻ ദൈവം കൂടെ ഉണ്ടാകും. പ്രൈസോ. ഒരു വശത്ത് തകർച്ചയുടെ അനുഭവമാണെങ്കിൽ മറുവശത്ത് നിനക്ക് ഉയർച്ചയുണ്ടെന്ന്. ഒരു വശത്ത് തിന്മയുടെ വശം നിനക്കുണ്ടെങ്കിൽ മറുവശത്ത് നന്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന്. സാത്താൻ നമ്മെ തിന്മയുമായി നിന്നെ സമീപിക്കുമ്പോൾ ദൈവം നിന്റെ കരങ്ങളിൽ നന്മയോടെ പിടിച്ചു നിർത്തും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരൻ നീ ഇതുവരെ തകരാതെ നിൽക്കുന്നത്. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ നീ ചിന്തിച്ചു നോക്കി. എത്രയോ തവണകൾ നീ തകർന്നവനാ. എത്രയോ തവണകൾ നീ തകർന്നവളാ. മതി എന്ന് പറഞ്ഞിട്ടുള്ള ജീവിത സാഹചര്യങ്ങളില്ലേ? ജീവിച്ചു മടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളില്ലേ? അത്രയെത്ര നിമിഷങ്ങൾ. ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചുകളിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയുടെ കാഠിന്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മതി കർത്താവേ എന്ന് പറയുന്ന അനവധി സന്ദർഭങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാലും പിന്നെ മാറിയിരുന്ന ദൈവത്തിന് അനുദവിച്ച് പശ്ചാത്തലം ദൈവത്തോട് മാപ്പി ചോദിക്കും, കർത്താവേ പറഞ്ഞു പോയ വാക്കുകളെ ക്ഷമിക്കണമെന്ന്. കാരണം അങ്ങനെയൊക്കെ വരുമെന്നേ. കഷ്ടതയുടെ തീച്ചുള, കഷ്ടതയുടെ കാഠിന്യത നമ്മളിലേക്ക് വരുമ്പോൾ എല്ലാവരും കൈവിട്ടു എന്നൊക്കെ തോന്നുമ്പോൾ, ഹല്ലേലൂയ, സാത്താൻ തിന്മയുമായി നമുക്കെതിരെ നിൽക്കുമ്പോൾ, ആരും ഒരു സഹായത്തിനില്ലാതെ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കും. രക്തം ചെയ്യും. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ വലിയ പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കാം. പക്ഷെ നിന്നെ താങ്ങി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. വിശുദ്ധിയിലേക്ക് എപ്പോൾ എത്തുന്നു അതുവരെ ദൈവം നമ്മെ ശോധന ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷനിലേക്ക് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ജഡത്തിൽ എന്തുണ്ട്? ജഡത്തിലും ആത്മാവിലും പാപങ്ങളുണ്ട്. അതിനെ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധിയെ തികയ്ക്കുന്ന ഏത് സമയത്താണോ ആ സമയം ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരും. രക്തം ചെയ്യും. അതെ, വിശുദ്ധിയാണ് ആവശ്യം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് അതേ സമയം തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ ജീവിത വിശുദ്ധിയെ പ്രാപിച്ചുകൊണ്ട് അശുദ്ധിയെ നീക്കിക്കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിക്ക് വരണം. കർത്താവിൻ്റെ സന്നിധിക്ക് വരുമ്പോൾ കർത്താവ് നിങ്ങളെ ഭയഭക്തിയോടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയഭക്തി തരും. ഹല്ലേലൂയ. ലോകത്തെ അല്ല, ദൈവത്തുള്ളൊരു ഭയഭക്തി ഹല്ലേലൂയ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളത് മനസ്സിലാക്കി അവൻ്റെ സന്നിധിയിൽ സ്വയം താഴ്ത്തി, ഹല്ലേലൂയ, ചെരിപ്പ് അഴിച്ചു കളയണമെന്ന് അവൻ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഭയഭക്തിയുടെ ദർശനത്തിന്റെ അനുഭവം മോശയ്ക്ക് കിട്ടിയതുപോലെ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളഞ്ഞിട്ട് വേണം ദൈവസന്നിധി നിൽപ്പാൻ. മാത്രമല്ല, മോശ ദൈവസന്നിധി താഴ്ത്തിയതുപോലെ നമ്മൾ താഴ്ത്തി കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ വിശുദ്ധിയിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ദൈവത്തിന് വചനം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല കൂട്ടുകാരൻ യേശുവാ, ഏറ്റവും നല്ല ഫ്രണ്ട്സ് യേശുവാ. ലോകത്തിലുള്ള എല്ലാ ഫ്രണ്ട്സും നമ്മളെ ചതിക്കും. എല്ലാ ഫ്രണ്ട്സും സമ്മതിക്കും, അവർ ചതിക്കും. ഒരു ഫ്രണ്ട്സും നമ്മോടൊപ്പം നിൽക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് ഒരു സഹോദരി പറഞ്ഞു, ഓ ഇല്ല, അങ്ങനൊന്നുമില്ല മാസം എന്ന് പറയണ്ട, ഫ്രണ്ട്സ് നമുക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ ആ സഹോദരി തിരുത്താൻ ശ്രമിച്ചു. ദീർഘകാലങ്ങളായിട്ട് ദൈവസന്നിധി നിൽക്കുന്ന സഹോദരി പറയാ, ഫ്രണ്ട്സ് ഏറ്റവും വലുതാണ്, അവർ കൈവിടത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ എൻ്റെ സഹോദര ജീവിതാനുഭവങ്ങൾ മുഴുവൻ ഈ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലുള്ള സകല ഫ്രണ്ട്സും കൈവിടും, സകല കൂട്ടുകാരും മാറിപ്പോകും, കൈവിടാത്തവൻ യേശു മാത്രമാണ്. ആ സഹോദരി തല താഴ്ത്തി അംഗീകരിക്കുന്നു, പിന്നെ മറുപടി പറഞ്ഞില്ല, അംഗീകരിക്കത്തില്ല. അതാണ് ചിലരുടെ സാഹചര്യം, അംഗീകരിക്കത്തില്ല. ദൈവമാണ് ഏറ്റവും നല്ല ഫ്രണ്ട്സെന്നോ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് അംഗീകരിച്ചു കൊടുക്കുവാൻ ഇന്ന് വിശുദ്ധ വേദപുസ്തകം എടുത്ത് നടക്കുന്നവർക്ക് വരെ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ലോകത്തിന്റെ മറിമായങ്ങളിൽ, ലോകത്തിന്റെ മായയായ കാര്യങ്ങളിൽ, ലോകത്തിന്റെ കൂത്തുകാഴ്ചകളിൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് ഇംഗിതങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സാണ് ഏറ്റവും വലുത്, അവരെന്റെ ചങ്കാണ് കേരളാന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വിഡ്ഢികൾ. ഹല്ലേലൂയ. അവരെ വിഡ്ഢികൾ എന്ന് വേണം പറയാൻ. യഥാർത്ഥ കൂട്ടുകാരൻ യേശുവാണ്. ഹല്ലേലൂയ. യഥാർത്ഥ സ്നേഹിതൻ യേശു, യഥാർത്ഥ ഫ്രണ്ട് യേശു. നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം വായിക്കണം. ആ അർത്ഥപ്രാണനായിരിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് സംസാരിച്ചു, എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. ഇത് ലോകമല്ല നമ്മുടെ കൂട്ടുകാരൻ, ലോകത്തിലുള്ളവരല്ല നമ്മുടെ കൂട്ടുകാരൻ. നമ്മുടെ മാതാപിതാക്കളോ സ്നേഹിതരോ നമ്മുടെ വ്യക്തിത്വം ഒന്നും അല്ല നമ്മുടെ ഉറ്റ കൂട്ടുകാർ, സുഹൃത്തുക്കൾ.
നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് യേശുവായിരിക്കണം. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് നടത്തിയ മോശയെ മുൾപ്പടർപ്പിൽ ആ ദർശനം കാണിക്കുമ്പോൾ മോശയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്ത് യഹോവയായ ദൈവമാണ്. ഹല്ലേലൂയ. ചിലർക്കൊക്കെ ഈ ലോകത്തെ വിടാൻ പറ്റത്തില്ല. ലോകത്തെ വിടാൻ പറ്റാതെ ലോകത്തെ ചേർത്ത് പിടിച്ച് കൈകോർത്തുകൊണ്ട് ദൈവവചനവുമായിട്ട് മുന്നോട്ട് പോകുന്ന അനവധി ആളുകൾ രക്തം ചെയ്യും. പാപത്തെ വിടണം. ഹല്ലേലൂയ. ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് ക്രൈസ്തവ വിശ്വാസം വേണം, പള്ളിയും വേണം, പള്ളിക്കാരും എല്ലാം വേണം. പക്ഷെ എനിക്ക് കള്ളുഷാപ്പ് വിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കള്ളുഷാപ്പിലേക്ക് പോകും. അന്ന് കള്ളും കിട്ടും, പട്ടയൊക്കെ കിട്ടും, ഇഷ്ടംപോലെ നാടൻ കൈത്തറി ചാരായങ്ങളും കിട്ടും. എവിടെയാണ് പ്രഭാതത്തിൽ കിട്ടുന്നതോടെ അങ്ങോട്ട് പോകും. അപ്പോൾ തന്നെ ഞാനൊരു ക്രൈസ്തവനാണ്, വിശ്വാസിയാണ്, ഹല്ലേലൂയ, വിശുദ്ധനാണ്. പക്ഷെ എൻ്റെ ജീവിതം എവിടാണ്? അധാർമിക ഒരു നിലവിലാണ്. അങ്ങനെ കടന്നു പോകുന്ന അനവധി വിശുദ്ധന്മാർ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലുണ്ട് കേട്ടോ. കണ്ട പേരുകൊണ്ട് വളരെ ഹല്ലേലൂയ ക്രൈസ്തവ വിശ്വാസം തലയുയർത്തി നിൽക്കുകയും ക്രൈസ്തവ വിശ്വാസം പറയും, എന്നാൽ അശുദ്ധി നിൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനെ കണ്ട സഹോദരനോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഞാൻ പറഞ്ഞ ദൈവം ഭാഗ്യവാനാക്കിയതാ, ഞാൻ ആക്കിയതല്ല, ഞാൻ തിരഞ്ഞെടുത്ത് ഭാഗ്യവാനായതല്ല. ദൈവം എന്നെ ഈ ഭാഗ്യപദവിയിലേക്ക് കൊണ്ടുവന്ന. ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഒരു നല്ല വൈദികനാകാൻ ആഗ്രഹിച്ചതാണ്. ആ വൈദികനാകാൻ ആഗ്രഹിച്ച് ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി പഠിച്ചു. പക്ഷേ ചിലരുടെ രീതികൾ കണ്ടപ്പോൾ, ചില പുരോഹിതന്മാരുടെ രീതികൾ കണ്ടപ്പോൾ വൈദിക സ്ഥാനം, പുരോഹിത സ്ഥാനം വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ അത്ര വലിയ ഭാഗ്യവാനുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ഒരു പുരോഹിതൻ, ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർക്കാൻ സഭയുടെ ഒരു പാസ്റ്റർ എന്നതിൽ ദൈവം എന്നെ കൊണ്ട് എത്തിച്ച് അതിന് ഞാൻ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാട് പേര് മാനസികമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരൻ, നിങ്ങൾ ഏത് മേഖലയിലാണ് സങ്കടപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് വളരെ ശാന്തമായ രീതി, നിങ്ങളോട് സാധാരണ ഒരു കൂട്ടുകാർ സംസാരിക്കുന്ന പോലെ ഞാൻ ദൈവത്തിനും പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് സന്തോഷമായി മാറണം ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് സന്തോഷമാകണം. ഞാൻ സംസാരിക്കുന്ന വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നല്ല നിലമായി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വചനമാകുന്ന വിത്ത് വീണിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയെ, തിരിച്ചുള്ള അനുഭവത്തെ, കഠിനത മാറി ആ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ നല്ല നിലമാകുന്ന ഹൃദയത്തിൽ 30, 60, 100 മേരി ഫലം തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നീ ഏത് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നു, ആ കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ ഞാൻ ഈ മെസ്സേജിൻ്റെ അടിയിൽ കുറേ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വിശ്വസിക്കുന്ന. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന കഠിനമായ ശോധനയിൽ അതിൽ നിങ്ങളെ പുറത്തെടുത്ത് കത്തുന്ന മുൾപ്പറപ്പ് എരിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു ദൈവം ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും ചാരമായി തീരാതിരിപ്പാൻ ദൈവം നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നതും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും നല്ല ശുശ്രൂഷ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് എനിക്ക് മറ്റുള്ള എല്ലാ ശുശ്രൂഷയും, ദൈവത്തിൻ്റെ പ്രസംഗമായിരുന്നാലും ശുശ്രൂഷകളായിരുന്നാലും സഭായോഗമായി എന്തായിരുന്നാലും, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷ. അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അതോടനുബന്ധമായി ബാക്കി എല്ലാ ശുശ്രൂഷകളും ദൈവം ചെയ്തോളും. ഹല്ലേലൂയ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിശുദ്ധിയോടെ കടന്നു വന്ന ജീവിതത്തിലെ അശുദ്ധിയെ മുഴുവൻ നീക്കിക്കളഞ്ഞു. മോശയോട് പറഞ്ഞു, ഇത് വിശുദ്ധ ഭൂമിയാകിയാൽ ഇത് എന്റെ കാലിന് ചെരിപ്പഴിച്ചു കളയുക എന്ന് പറഞ്ഞ പോലെ നീ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ സകല അശുദ്ധി നീക്കിക്കളഞ്ഞിട്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ മോശയുടെ കാലിൽ ചെരുപ്പാണ്, നിങ്ങളുടെ കയ്യിൽ ഈ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, നീ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ വിശുദ്ധിയോടെ ഇരിക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ അനുഗ്രഹത്തിന് നിങ്ങൾ തന്നെ തടസ്സം, നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾ തന്നെ തടസ്സം. അനുഗ്രഹങ്ങൾ ദൈവം തരുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധിയുണ്ട്. മോശയുടെ കാലിൽ ചെരുപ്പ് കിടക്കാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കിലുക്കാൻ പെട്ടി, ഹല്ലേലൂയ, കിലുക്കാൻ പെട്ടി മൊബൈലുണ്ടല്ലോ, അതിനെ ഒന്ന് നീക്കി വെക്കണം പ്രാർത്ഥന സമയത്തെങ്കിലും. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? പ്രാർത്ഥന സമയത്ത് നീ അതിൽ നോക്കിയിരുന്ന നിനക്ക് എന്താ പ്രയോജനം? എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. എത്ര പറഞ്ഞാലും അത് പറയുമ്പോൾ ചിലരുടെയൊക്കെ മുഖം മങ്ങ് കറക്കും.
സഭയ്ക്കകത്ത് മൊബൈൽ ഉപയോഗിക്കുക, റിങ് ചെയ്യരുത്, അത് മാറ്റി സൈലന്റ് ഇടുക, അല്ലെ വൈബ്രേറ്റ് ഇടന്നൊക്കെ പറയുമ്പോഴത്തേനും ചിലരുടെയൊക്കെ മുഖം എന്ന് പറഞ്ഞാൽ അങ്ങ് ആമെ കടന്നൊരു കുത്തി പോരാ. അല്ലേലുയ രക്തം ചെയ്യും. നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ സകല അശുദ്ധി നീക്കി വെച്ചിട്ട് നീ ദൈവസനിൽ വിശുദ്ധമായി വരണം. രക്തം ചെയ്യാം. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, എൻ്റെ ഒരു സ്തോത്രം, ആമീൻ, കർത്താവ് നമ്മളെ ഭയഭക്തിയോടെ ആമീൻ നമ്മെ നിർത്തുമ്പോൾ നമ്മൾ നമ്മുടെ കാലിൽ ചെരുപ്പ് അഴിച്ചു മാറ്റി കളയണം. പൊതുവായി ചെരുപ്പുകൾ ചത്ത മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കുന്നവയാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴും ഈ ചെരുപ്പുകൾ ചത്ത മൃഗങ്ങളുടെ തോലുകൾ കൊണ്ട് ഉണ്ടാക്കുന്നവയാണ്. അല്ലേ? ചത്തതിനെ തുടർന്നവൻ അശുദ്ധിയുള്ളവനെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ നമുക്ക് പഴയ നിയമം വായിച്ചാൽ കാണാൻ കഴിയും. മരിച്ച വ്യക്തിയെ തുടരുന്ന പഴയ പ്രമാണത്തിൽ, പഴയ നിയമത്തിലുണ്ട്. അങ്ങനെ മരിച്ച വ്യക്തിയെ തുടർന്നവൻ അശുദ്ധം. അതുകൊണ്ട് ചത്ത മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് അത് നീ ഇട്ടുകൊണ്ട് വിശുദ്ധ ഭൂമിയിൽ വിശുദ്ധ സ്ഥലത്ത് നിൽക്കരുത്. അതുകൊണ്ട് മോശ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളക. ഇത് ചത്ത മൃഗത്തിന്റെ തോലുകൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ചെരുപ്പാണ്. അതുമായിട്ട് ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. ജനകൾക്കുള്ള ദൈവസന്നിധി നിൽക്കുമ്പോൾ അത്തരം ചെരുപ്പുകൾ ഇന്നും ഉപയോഗിക്കരുത്. മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ചെരുപ്പുകൾ ഇന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്. മാത്രമല്ല, ദൈവസഭയിൽ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ആരാധനയ്ക്ക് സഭായോഗത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയണം. ലേലുയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെരുപ്പിടാൻ അനുവാദം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ദൈവദാസന്മാർ, പാസ്റ്റർമാർ ചെരുപ്പിട്ടുകൊണ്ട് ദൈവനെ ശുശ്രൂഷിക്കരുത്. ചെരുപ്പിട്ടുകൊണ്ട് ദൈവാലയത്തിൽ ഉപദേശം പറയരുത്. എവിടെ നിനക്ക് ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുന്നു അവിടെ നിന്റെ കാലിന്റെ ചെരുപ്പ് അഴിച്ചു കളയണം. പൈസോ അല്ലെങ്കിൽ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇവിടെയും ചെരുപ്പ് അഴിച്ചു കളയണം. നിങ്ങൾ ഈ കത്തോലിക്ക പള്ളിയിലേക്ക് പോയിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ പോയി നോക്കണം. കത്തോലിക്ക പള്ളിയുടെ മുമ്പിൽ ചെന്ന് നോക്കണം. അവിടെ ചെന്നവരുടെ എല്ലാം ചെരുപ്പ് പുറത്ത് ഊരിയിട്ട് കിടപ്പുണ്ട്. അവിടെ ചെന്നവരുടെ എല്ലാം ചെരുപ്പ് പുറത്തുണ്ടായിരിക്കും. അമ്പലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ, അമ്പലങ്ങളിൽ പോയി നോക്കണം. അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അമ്പലത്തിൽ ചെല്ലുന്നവരുടെ ദർശനത്തിലുള്ള ചെരുപ്പെല്ലാം പുറത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലേ? മുസ്ലിം പള്ളി ചെന്നാലും അവരുടെ പള്ളിമുറ്റത്ത് ചെന്ന് നോക്കണം. ഇതൊക്കെ നിങ്ങളത് പോയി നോക്കുന്നതല്ല. അവിടെ ചെരുപ്പെല്ലാം വെളിയില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക്, വിവാഹമടക്കമുള്ള ശുശ്രൂഷയ്ക്ക് കടന്നു വരുമ്പോൾ പലരും ചെരുപ്പിട്ടുകൊണ്ട് കയറി നിൽക്കുന്നത് കാണാൻ കഴിയും. അല്ലേരിയ. അവരൊക്കെ അറിയാതെയാണെങ്കിൽ ഇതാക്കി അനുസരിച്ച്, നമ്മൾ അറിഞ്ഞിട്ടും അനുസരിക്കത്തില്ല. പിന്നെ എങ്ങനെ നീ അമ്മയത് ഗുണം പിടിക്കും? ഈ വിശുദ്ധിക്ക് സ്ഥാനം കൊടുക്കണമെന്ന് ചത്ത മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് കൊണ്ട് മോശെ, നീ നിൽക്കുന്ന വിശുദ്ധ സ്ഥലത്ത് നിൽക്കാൻ അനുവാദമില്ല, നീ നിൽക്കരുത്, അങ്ങനെ നിന്ന് എനിക്ക് ഇതിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. ലേലുയ. അശുദ്ധിയെ നീക്കണമെന്ന് ദൈവസഭ ശുദ്ധീകരണത്തിലേക്ക് വരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വേർപെട്ട കൂട്ടമെന്നുള്ള ദൈവസഭ വിശുദ്ധിയിലേക്ക് വരണം. മോശ കാലിലെ ചെരുപ്പ് ഊരിക്കളഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാലിലെ ചെരുപ്പ് ഊരിക്കളയണം. ചെരുപ്പിന് സമാനമായി നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന മൊബൈൽ നിങ്ങൾ നീക്കിക്കളയണം. ആരാധന സമയത്ത്, പ്രാർത്ഥന സമയത്ത്. അല്ലേലിയ. ഇന്ന് ബൈബിളൊക്കെ വായിക്കുന്ന മൊബൈലിൽ നോക്കിയാ, പാട്ടൊക്കെ പാടുന്ന മൊബൈലിൽ നോക്കിയാ, കല്യാണ ശുശ്രൂഷ പോലും മൊബൈലിൽ നോക്കിയാ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടം നല്ല വലിപ്പമുള്ള ടാബ് അത് കിട്ടും, നല്ല ലാപ്ടോപ്പുകൾ കിട്ടും. അങ്ങനെ അത് വാങ്ങി നിങ്ങളുടെ മെസ്സേജുകൾ ആ നല്ല വലിപ്പമുള്ള മൊബൈൽ മുതൽ നല്ല വലിപ്പമുള്ള ടാബിനകത്തോ
ആ ലാപ്ടോപ്പിനകത്തോ നിങ്ങൾ മെസ്സേജുകൾ സേവ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. എന്നാൽ നിങ്ങൾ മൊബൈൽ മാറ്റിക്കളയണം. അല്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷിക്കുക ടാബ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ദൈവിക നിങ്ങളുടെ ശുശ്രൂഷകളായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില ശുശ്രൂഷകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പാസ്റ്റർ, നിങ്ങൾ ടാബൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്തെ എല്ലാ കാര്യങ്ങളും തരുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല പാസ്റ്ററെ. മെസ്സേജുകൾ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി, അത് ശുശ്രൂഷയ്ക്ക് പ്രയോജനമാകാൻ വേണ്ടി പഠിച്ച കാര്യങ്ങളിലകത്ത് സേവ് ചെയ്ത് വെക്കും. അതുമാത്രം എൻ്റെ ടാബിനകത്ത് ലാപ്ടോപ്പിലുള്ളത് പറയും. ഇവിടെ പാസ്റ്റർ പരിശോധിച്ച് നോക്കിക്കോ. പക്ഷെ നമ്മൾ പരിശോധിക്കുന്നില്ല. അവർ പറയുന്ന വാക്കുകൾ നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കും, രക്തം ചെയ്യും. അത് അശുദ്ധമായതിനെ മുഴുവൻ നീക്കിക്കളയണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരണം. നമ്മുടെ തലമുറയ്ക്ക് മാതൃകയുള്ള വിശുദ്ധിയുടെ ശുശ്രൂഷ നീ വെളിപ്പെടുത്തി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയണം. അത്തരമായി അശുദ്ധിയല്ല, നിങ്ങൾ നീക്കിക്കളഞ്ഞിട്ടോ ദൈവസഭയെ കടന്നു വരുവാൻ. നമുക്ക് ഇന്ത്യയിലും മറ്റ് പൗരസ്ത്യ രാജ്യങ്ങളൊക്കെ കടന്നുപോയാൽ ഒരിക്കലും ചെരുപ്പണിഞ്ഞുകൊണ്ട് ആലയത്തിലേക്ക് വരാൻ സമ്മതിക്കാത്ത അനവധി സഭകളുണ്ട് ഇന്ത്യയിൽ. പൗരസ്ത്യ നാടുകൾ, ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെരുപ്പ് ധരിച്ചുകൊണ്ട് ആലയത്തിൽ കടന്നു വരാൻ സമ്മതിക്കാത്ത അനവധി സ്ഥലങ്ങളുണ്ട് ലോകത്തിൽ. ഹല്ലേലൂയ. കാരണം എന്താണ്? ഹല്ലേലൂയ, ഇത് വിശുദ്ധ സ്ഥലമാകുന്നു, അതിനെ നാം അശുദ്ധമാക്കരുതെന്ന് അവരുടെ ഹൃദയത്തിൽ തന്നെ ഒരു പ്രേരണ കടന്നു. ഇപ്പം ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് കയറുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വേണം, ഇത് വിശുദ്ധ സ്ഥലമാണ്, ഞാൻ കാലിൽ ചെരുപ്പിടരുത്, ഞാൻ മുഖാന്തര സ്ഥലം അശുദ്ധമാകരുത് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടാകണം. രക്തം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിലെ, നമ്മുടെ കുടുംബങ്ങളിൽ, ഹല്ലേലൂയ, സ്തോത്രം, ചില മുതിർന്നവരെയും സമ്പന്നരെയും കാണുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കുന്ന അനുഭവങ്ങളും പണ്ട് നിലവിലുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തൊക്കെ പണ്ട് ഏറ്റവും മുതിർന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ, പണ്ടത്തെ കാലത്ത് കേട്ടോ, കാലിൽ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അവരെ താഴ്ന്ന് നമസ്കരിക്കുന്ന, വന്ദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പം അക്കാര്യമൊക്കെ മാറി കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇവിടെ സ്തോത്രം, ചിലർ ചെരുപ്പ് അഴിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. യജമാനിന്റെ മുന്നിൽ പോലും ചെരുപ്പിടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ചിലർ കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ തങ്ങളുടെ യജമാനന്മാർ വരുന്നത് കാണുമ്പോൾ അവർ പെട്ടെന്ന് കാലിലെ ചെരുപ്പെടുത്ത് കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ട് യജമാനന്റെ മുമ്പിൽ ചെരുപ്പിടാതെ പോകുമായിരുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചിലയിടത്തുണ്ട് നിന്ന് ഞാൻ കേൾക്കുന്നു. ലോകപ്രകാരം അതൊരു നിയമമുണ്ടെങ്കിൽ ഇവിടെ വിശുദ്ധ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുകയാണ്, മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ ചെരുപ്പഴിച്ചു കളക. ലോകം ഇതിനെ അനുകരിക്കുന്നെങ്കിൽ, ലോകം അത് ചെയ്യുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവമക്കളെ, നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വരണം. അശുദ്ധിയെ നീക്കണം. ദൈവ ആരാധനയ്ക്ക്, ശുശ്രൂഷയ്ക്ക്, നിന്റെ ആത്മീയജീവിതം തടസ്സമായി നിൽക്കുന്ന സകല അശുദ്ധിയെ നീക്കണം. അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. പല അനുഗ്രഹങ്ങളും തടസ്സം നമ്മൾ തന്നെയാണ്. പല അനുഗ്രഹങ്ങളും തടസ്സം നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയാണ്. ഹല്ലേലൂയ. അതിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഗലാത്യലേഖനം 5:24 വായിക്കുന്നുണ്ട്. ജഡത്തിലെ രാഗമോഹങ്ങളാണല്ലോ ചെരുപ്പിട്ടുകൊണ്ട് വിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിപ്പാൻ നിന്നെ പ്രലോഭനം തരുന്നത്. ജഡത്തിലെ രാഗമോഹങ്ങളാണല്ലോ നിന്റെ കയ്യിരിക്കുന്ന മൊബൈൽ ഓണാക്കി നീ സഭയിലിരുന്ന് നീ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ജഡത്തിലെ രാഗമോഹങ്ങൾ, അതിനെ ക്രൂശിക്കണം. യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്ന് റോമാലേഖനം 13:13 വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളണം. സഭയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളണം. പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക്, ദൈവനാമത്തിൽ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷയിലേക്കും വരുമ്പോൾ നിങ്ങളുടെ കാലിൽ ചെരുപ്പഴിച്ച് കളയണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ചോദിക്കും, കൺവെൻഷൻ നടക്കുമ്പോൾ കൺവെൻഷൻ പന്തലിൽ ചെന്നിട്ട് ചെരുപ്പൊക്കെ അഴിച്ചു കളയാൻ പറ്റുമോ ബസ്സൻ ചോദിക്കും. അതിന് മറുപടി, നിങ്ങളവിടെ കാണികളായിട്ട് യോഗം കേൾക്കുന്നവരായിട്ട് ഓഡിറ്റോറിയത്തിലിരിക്കുക. ഹല്ലേലൂയ. അവിടെ ഫുൾപിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ
അവർ കാലിൽ ചെരുപ്പഴിച്ച് കളഞ്ഞിട്ട് നിന്ന് ശുശ്രൂഷിക്കണം. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടെന്ന് കരുതില്ല. ഹല്ലേലൂയ. അത് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത് മുടിയനായ പുത്രൻ. ഹല്ലേലൂയ. ആ മുടിയനായ പുത്രനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മുടിയനായ പുത്രനെ കുറിച്ച് പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്രമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പെന്ന് അപ്പൻ പറയാ. അപ്പന് നഷ്ടപ്പെട്ടു പോയ മകനായിരുന്നു ഈ മുടിപുത്രൻ എന്ന് പറയുന്ന ധൂർത്തുപുത്രൻ. അപ്പന്റെ വസ്തുവകയിൽ അവനുണ്ടായിരുന്ന പങ്കെല്ലാം വാങ്ങി അവൻ ദൂരദേശത്ത് പോയി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം തീർന്നു. നാട്ടിൽ അവൻ മുട്ടുവന്നു തുടങ്ങി. അവൻ ദാരിദ്ര്യത്തിലായി, പട്ടിണിയിലായി. ദേശത്തെ പൗരന്മാരെ ആശ്രയിച്ച് ജോലിക്ക് വേണ്ടി അവന് ജോലി കിട്ടി. പന്നിയെ മേയ്ക്കുന്ന ജോലി. പന്നിക്ക് കൊടുക്കുന്ന വാളവര് പോലും അവന് കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധം വന്നു. അവൻ ചിന്തിച്ചു, എൻ്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ, അവർ എത്രയോ സുഖസന്തോഷമായി വേല ചെയ്ത് ജീവിക്കുന്ന ഇഷ്ടംപോലെ ഭക്ഷണം, അവർ തിന്ന് ശേഷിക്കുന്ന വിഹിതമെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അവൻ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് അപ്പന്റെ ഭവനത്തിലേക്ക് വരിക. ഹല്ലേലൂയ. അപ്പന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അപ്പന് നഷ്ടപ്പെട്ടു പോയ, അപ്പന് നമുക്ക് അപ്പന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ മകന്റെ മടങ്ങി വരവ് കണ്ട് അപ്പൻ മനസ്സലിവുള്ളവനായി മാറി. ഹല്ലേലൂയ. ആ അപ്പനാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്രമായി അങ്കി കൊണ്ടുവന്ന് ഇവരെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടിപ്പിൻ. ഇവിടെ കാലിന് ചെരുപ്പ് ഇടാനാ പറയുന്നത്. ഇവിടെ കാലിന് ചെരുപ്പിടാനാ പറയുന്നത്. ഇവിടെ കാലിന് ചെരുപ്പിടുക എന്ന് പറയുമ്പോൾ ചെരുപ്പ് മക്കൾക്കുള്ളതാണ്. ചെരുപ്പ് മക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ. അത് അടിമകൾക്ക് കൊടുക്കാറില്ല. അടിമകൾക്ക് കൊടുക്കാറില്ല. പുത്രത്വം തിരിച്ചു കൊടുത്തതിനെ ചെരുപ്പണിയിക്കൽ എന്ന് ആ കാലഘട്ടത്തിൽ അമിച്ച് തേച്ചിരുന്നു. ചെരുപ്പ് മക്കൾക്കുള്ളതാണ്, അടിമകൾക്ക് ചെരുപ്പില്ല. അന്ന് പുത്രത്വം മക്കൾക്ക് മടക്കി കൊടുക്കുമ്പോൾ ചെരുപ്പണിയിക്കുന്നൊരു സ്വഭാവം സമ്പ്രദായം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കാലിൽ ചെരുപ്പിടിവിക്കുക എന്ന് പറഞ്ഞ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ മകനെ അപ്പൻ ചേർത്ത് പിടിക്കുന്നത്. എന്ന് പറഞ്ഞ മുടിയനായ പുത്രൻ അപ്പനെ കാണുവാൻ വന്നപ്പോൾ കാലുകളിൽ ചെരുപ്പില്ലാതെ വന്നേൻ. ഹല്ലേലൂയ. അവൻ തന്റെ അപ്പനെ കാണാനായിട്ട് പന്നിക്കൂട്ടി നിന്നാണ് വരുന്നേ. പന്നിക്കൂട്ടി നിന്ന് വരുമ്പോൾ അവന്റെ കാലിൽ ചെരുപ്പൊന്നും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പന്നികളെ മേയിക്കുന്നവന് ചെരുപ്പ് അണിയുവാൻ അന്ന് സാധ്യമല്ലായിരുന്നു. അന്നത്തെ കാലത്ത് പന്നികളെ മേയിക്കുന്ന പന്നിക്കൂട്ടി ചെരുപ്പിട്ട് നിൽക്കാനും പാടില്ല. ഹല്ലേലൂയ. ദാരിദ്ര്യത്താൽ അവന് ചെരുപ്പ് പോലും ഇല്ലാതിരുന്നിരിക്കാം. മകനെ കണ്ടയുടനെ അപ്പന്റെ ഹൃദയം ഉരുകിപ്പോയി. അപ്പോഴാണ് അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്രമായി ആക്കിക്കൊണ്ട് ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടിപ്പിൻ. ഹല്ലേലൂയ. ഒരു ചെരുപ്പ് പോലും വാങ്ങാൻ അവന് പൈസ ഇല്ലായിരുന്നതിന്റെ പേരില്ല. നാം അഹങ്കാരം എന്ന ചെരുപ്പിനെ അഴിച്ചു കളയണം. ഈ ചെരുപ്പ് എന്ന് പറയുമ്പോൾ മറ്റൊന്ന്, അഹങ്കാരം എന്ന ചെരുപ്പിനെ നമ്മൾ അഴിച്ചു കളയണം. മനുഷ്യന്റെ ജീവിതത്തിൽ അഹങ്കാരം, നിഗളം, അല്ലെ ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, അല്ലെ കലക്കം, കാപട്യങ്ങള്, അസൂയ, നുണ, ചതി, വ്യാജഭാവം, എല്ലാ നുണയും, ഇങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ചെരുപ്പുകളെ നീ അഴിച്ചു കളയണം. ഗലാത്യലേഖനം 5-18 തൊട്ട് വായിക്കും. ജഡത്തിന്റെ പ്രവർത്തികളായിരിക്കുന്ന ദുർനടപ്പത്തുള്ള ചെരുപ്പുകളെ നീ അഴിച്ചു കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ ചെരുപ്പ് അഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ദൈവഹിതം എന്ന ചെരുപ്പിനെ നീ അണിയണം. അഹങ്കാരത്തിന്റെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞിട്ട് ദൈവഹിതം നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അഹങ്കാരത്തോടെ ദൈവത്തിലേക്ക് വരുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അങ്ങനെ അഹങ്കാരത്തോട് കൂടി കടന്നു വരുന്നവന്റെ ഭാവത്തെ കർത്താവ് വെറുക്കുന്നു. അഹങ്കാരത്തോടെ ദൈവത്തിന് വരരുത്. അഹങ്കാരത്തോടു കൂടി കടന്നു വരുന്നതിന്റെ ആ ഭാവത്തെ നമ്മുടെ കർത്താവ് വെറുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് താഴ്മയോടെ നിന്നെ കാണപ്പെടണം. മോശേ, നീ എൻ്റെ മുമ്പിൽ നിൽക്കും താഴ്മയോടെ. 40 ദിവസം പർവ്വതത്തിൽ മോശ ദൈവത്തോടു കൂടെ ഇരുന്ന. ഹല്ലേലൂയ. 40-ാം ദിവസം മോശ പർവ്വതത്തിൽ ദൈവം എഴുതി കൊടുത്ത കൽപ്പനയുമായി ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത വിധം മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കുവാൻ കഴിയുന്നില്ല.
മോശ പർവ്വതത്തിൽ കയറി ചെന്ന് അഹങ്കാരത്തിന് ചെരുപ്പുകൾ അഴിച്ചു കളഞ്ഞിട്ട് ദൈവസ്നെ താഴ്ന്നിരുന്ന് കഴിഞ്ഞപ്പോൾ യഹോവയായി ദൈവം വേഗത്തിൽ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചു. അല്ലേ, അവന്റെ മുഖത്ത് തേജസ് വന്നു. അതെ, നീ അഹങ്കാരത്തിന് ചെരുപ്പഴിച്ചു കളഞ്ഞിട്ട്, നികളത്തെ മാറ്റിക്കളഞ്ഞിട്ട്, നിന്റെ സ്വയത്വത്തെ ഞാനെന്നുള്ള ഭാവത്തേക്ക് നീ അഴിച്ചു കളഞ്ഞിട്ട് ഈ ദൈവസ്നെ താഴ്വിയോടെ വന്നിരിക്കുന്നെങ്കിൽ, പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന മോശയുടെ മുഖതേജസ് പ്രകാശിച്ചതുപോലെ നിന്റെ മുഖതേജസ് പ്രകാശിക്കും. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അഹങ്കാരം എന്ന ചെരുപ്പിനെ, ഏതാണ് നിന്റെ ജീവിതത്തിൽ അഹങ്കാരം, നിന്റെ നികളം, ഞാനെന്നുള്ള എനിക്കെന്നുള്ള ഭാവം ഏതാണ് നിന്നെ ഭരിക്കുന്നത്, അതിനെ നീ അഴിച്ചു കളഞ്ഞിട്ട് താഴ്മയോടെ വരണം. ദൈവതേജസ്സാൽ ദൈവത്തിനെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുക. കിളിവാതിലുകൾ തുറന്ന്, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ, ദൈവത്തിന്റെ കൃപാവരങ്ങളാൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായി ചില ശുശ്രൂഷകളെ ദൈവം നിന്റെ മേൽ പകർന്ന് ഒരു അസാധാരണമായ ശുശ്രൂഷ തന്ന് ദൈവം നിന്നെ ഒന്ന് ഉയർത്താൻ ആഗ്രഹിക്കുക. അത് തരണമെങ്കിൽ അഹങ്കാരത്തിന്റെ ചെരുപ്പുകളെ, നികളത്തിന്റെ ചെരുപ്പുകളെ, സ്വയത്വത്തിന്റെ ചെരുപ്പുകളെ, ഞാനെന്നുള്ള ഭാവം എന്ന ചെരുപ്പിനെ നീ അഴിച്ചു കളയണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവസ്നി താഴ്മയോടെ കടന്നു വരണം. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾ ജ്ഞാനിയായി തോന്നരുത്. നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾ ജ്ഞാനിയായി തോന്നരുത്. ചില ആളുകൾ എന്തു പറഞ്ഞാൽ അവര് ഭയങ്കര ജ്ഞാനികളായിട്ട് പറയും. എന്തു പറഞ്ഞു, എനിക്കിതെല്ലാം അറിയാം, ഞാനിതെല്ലാം പഠിച്ചു, എനിക്കിതെല്ലാം ചെയ്യാൻ അങ്ങനെയൊക്കെയാ അല്ലേ? ചിലൊക്കെ എല്ലാം അറിയാവുന്ന ചില ആളുകൾ ദൈവസഭ, ദൈവദാസന്മാർ, ദൈവത്തിന് ശുശ്രൂഷ, ഇതൊക്കെ എനിക്കറിയാവുന്നേ, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ പഠിച്ചതാ, ഞാൻ ചിന്തിച്ചതാ പാസ്റ്റർ പറഞ്ഞ്. നീ എല്ലാം അറിയാമെന്ന് പറയുന്ന ചില അഹങ്കാരത്തിന്റെ ചെരുപ്പിട്ടിരിക്കുന്ന ചില ആളുകൾ ദൈവസഭയിലുണ്ട്. നീ ദൈവസനെ കടന്നു വരുമ്പോൾ അല്ലേലൂയ സ്തോത്രം, ദൈവസനെ കടന്നു വരുമ്പോൾ അല്ലേലൂയ സ്തോത്രം, നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്. ജ്ഞാനികളെ ദൈവം ലജ്ജിപ്പിക്കും വിധം അല്ലയോ മൂഢരെയാവുന്നു കർത്താവ് വിളിക്കുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്നാണ് കുരുതിലേഖനം വായിക്കുമ്പോൾ. അപ്പം നീ ജ്ഞാനിയാണെന്നുള്ള സ്വയത്വത്തോടുകൂടി നീ സ്വയം ജ്ഞാനിയാണെന്നുള്ള ചെരുപ്പും കൊണ്ട് നീ വരരുത്. ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. അന്നും ഇന്നും ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ കൃപ പകർന്ന്, അഭിഷേകം പകർന്ന്, ദൈവ സാന്നിധ്യം പകർന്ന് അനേകരെ ഇന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രക്തം ചെയ്യും. അതിലൊരാൾ നിങ്ങളായിരിക്കട്ടെ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിനക്കൊന്ന് താഴ്ത്താൻ കഴിയുമോ? മോശയെപ്പോലെ താഴ്ന്നു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ അന്തസ്സും പ്രതാപവും പുകഴ്ചയുമെല്ലാം ദൈവസനയിൽ അഴിച്ചു കളയണം. നിങ്ങളുടെ അന്തസ്സും പ്രതാപവും പുകഴ്ചയുമെല്ലാം നിങ്ങൾ ദൈവസന അഴിച്ചു കളയണം. നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ പണം, നിങ്ങളുടെ സൗന്ദര്യം, ഞാനെന്നുള്ള അതൊക്കെ നിങ്ങൾ അഴിച്ചു കളഞ്ഞിട്ട് ദൈവത്തിലേക്ക് വരണം. ഉസ്യ രാജാവ് ധൂപം കാട്ടുവാനായി വിശുദ്ധ സ്ഥലത്തേക്ക് താൻ മഹാരാജാവ് എന്ന അന്തസ്സോടും പ്രതാപത്തോടും കൂടെ പ്രവേശിച്ചു. അവിടെ വെച്ച് തന്നെ ദൈവനെ ദണ്ഡിപ്പിച്ചു. ആകയാൽ അവന്റെ നെറ്റിയിൽ കുഷ്ഠരോഗം കാണപ്പെട്ടു. മരിക്കുന്നത് വരെ കുഷ്ഠരോഗിയായി തീർന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ എപ്പോഴും താഴ്മയിലിരിക്കണം. ഉസ്യ രാജാവിന് ധൂപം കാട്ടുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാൻ അനുവാദമില്ല. പുള്ളി മഹാരാജാവ് എന്നുള്ള പദവിയുടെ അഹങ്കാരത്തെ ജയിപ്പടിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ധൂപം കാട്ടാൻ ശ്രമിച്ചപ്പോൾ ദൈവം ആ സമയത്ത് തന്നെ ഉസ്യ രാജാവിനെ സന്ദർശിക്കുകയും അവന്റെ നെറ്റിയിൽ കുഷ്ഠം വരികയും ചെയ്തു. അവൻ മരിക്കുന്നിടം വരെ കുഷ്ഠരോഗിയായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ അഹങ്കാരത്തെ എല്ലാം അഴിച്ചു കളയണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസ് ഹല്ലേലൂയ സ്തോത്രം. 119 സംഗീതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 119 സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 59 വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കാലുകളെ വിചാരിച്ചു, ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു, എൻ്റെ കാലുകളെ നിന്റെ സാക്ഷികളിലേക്ക് തിരിക്കുന്നു. സംഗീതക്കാരൻ പറയും, ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു, എൻ്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു എന്ന് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇവിടെ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സ്വന്തം വഴികളെ കുറിച്ചുള്ള യഥാർത്ഥ വിചാരം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ കാലുകളെ ദൈവത്തിന്റെ സാക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിക്കും.
നമ്മുടെ സ്വന്തം വിചാരങ്ങളെ, സ്വന്തം വഴികളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മുടെ കാലുകളെ നാം വിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിക്കും. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. വായിച്ച വചനം എന്താണ്? അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. അതേപോലെ അഹങ്കാരത്തിന് നീളത്തിലെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് വിശുദ്ധിയോടെ നീ വരുന്നെങ്കിൽ നിന്റെ നന്മകൾ ദൈവം തടസ്സമില്ലാതെ തരും. നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കും. കഷ്ടതയുടെ തീച്ചുള്ളിൽ നീ കടന്ന് വെന്തുരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തൊഴിലാളികൾ, ഇന്ത്യയിലെ 143 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാൻ ലോകരാജ്യം 800 കോടിയിലധികം ജനങ്ങൾ, കർത്താവിഞ്ഞയുടെ ഭരണ സംവിധാനങ്ങൾ, കർത്താവിഞ്ഞയുടെ രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, കർത്താവ് ക്രമസമാധാന പാലകർ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, സഹകരണ മേഖല, പൊതുമേഖലയിൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയായിരിക്കുന്ന മത, സാമൂഹ്യ, സാംസ്കാരിക, മീഡിയ രംഗങ്ങൾ, സൈനിക എഞ്ചിനീയർമാർ, എല്ലാ ഭരണപ്രദേശ പാർട്ടികളെയും ഹല്ലേലൂയ. കർത്താവ് കടലോരവാസികൾ, തീരദേശ മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ ഹല്ലേലൂയ. വലിയ ചേർന്ന അതിൻ്റെ വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാരെ, കർത്താവ് സ്തോത്രം. കർഷനൊക്കെ നടക്കാനും മോട്ടോറും യൂണിയനൊക്കെ എല്ലാ പാടത്തും പറമ്പിലും കൂടിയിലും കല്ലോടും മണ്ണോടും തടിയോടും മല്ലടിക്കുന്ന, ചോരയുറപ്പാക്കുന്ന ജനത്തിനായ കർത്താവ്, മദ്യത്തെ മൈക്കോൻ പാൻസ് ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ, ഭീകരവാദ, വർഗീയതയിലകപ്പെട്ട് കിടക്കുന്നവർ ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം, സ്തോത്രം. കർത്താവ് സ്തോത്രം. വലിയ ക്ഷീരവയിൽ കർഷകയിലായിരിക്കുന്ന ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യുവനത്തിൽ, വാർത്ത, നിരാൻ, വൃത്തരശന, തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ കർത്താവ്, ജനതകൾ അഹങ്കാരം വന്ന ചെരുപ്പ് അഴിച്ചു കളഞ്ഞ്, നികളമെന്ന പാരമ്പര്യം എന്ന പ്രതാപമെന്ന ആ പ്രധാന ചെരുപ്പുകളൊക്കെ അഴിച്ചു മാറ്റി ദൈവത്തിന് വിശുദ്ധിയോടെ കടന്നു ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം തലമുറയെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. മോർച്ച കർത്താവ് കത്തുന്ന മുൾപ്പറപ്പിൽ, ആമീൻ കണ്ണുവിൽ മുൾപ്പറപ്പ് കത്താൻ നിൽക്കുന്നതും അതിൽ ദൈവശബ്ദം കേട്ടതുപോലെ ഒരു ദൈവമൈതൽ ഏത് കാഠിന്യത്തിൽ കടന്നുപോയാലും, തീയുടെ അനുഭവത്തിൽ കടന്നുപോയാലും ആ ദൈവന്റെ മൂക്കാമി ചാരമാക്കി കളയിൽ സാത്താന് കഴിയില്ലെന്നുള്ള യഥാർത്ഥ വെളിപ്പാട് മോശയിലൂടെ ഈ തലമുറയ്ക്ക് നൽകി തരുമ്പോൾ ഈ ജനമതേ വിശുദ്ധിലേക്ക് കടന്നിരുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിൽ വീട് കിടക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസ് ലഹരിക്ക് അടിമപ്പെട്ട് ജഡിക ജീവിത, പരസംഗ, വ്യഭിചാര, അശുദ്ധി, ദുഷ്കാമ, കൊട്ടേഷൻ, ഉണ്ടാസം, ഭൂമൽ, ബ്ലേഡുമാണ് പിടിച്ചവരിക്കാർ, മോഷ്ടാക്കൾ കർത്താവേ, ആമി സകല കർത്താവേ, എല്ലാ കൊട്ടേഷൻ, ഉണ്ടാസങ്ങളെ ദൈവം സന്ദർശിക്കണമേ. മാനസാന്തര പടങ്ങി വരട്ടെ. മദ്യരൂപികളെ, മയക്കുരൂപി സന്ദർശിക്കണമേ. ഇന്ന് സ്കൂളുകൾ തുറക്കും. ഞങ്ങളുടെ സ്കൂൾ അധികൃതരെയും സ്കൂൾ അധ്യാപകരെയും PTA കമ്മിറ്റിയും ദേശവാസ സമിതിയും മദ്യവും മയക്ക് ലഹരി കൊണ്ട് ആര് വരുന്നു അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ അധികാരിടക്കം കർത്താവ് ഇന്ന് സ്കൂളിനെ സൂക്ഷിക്കണമേ. കാലവർഷമൊക്കെ അനുകൂലമാക്കി തരണമേ. അഭർത്തുകൾ അനർത്ഥമുണ്ടാകാതെ കേരളത്തെ, ഭാരത, ലോക രാജ്യങ്ങൾ കർത്താവ് സൂക്ഷിക്കണമേ. സകലജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധന്മാരുടെ നാമത്തിൽ പ്രതിസന്ധി കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളും വിടിവിക്കപ്പെടട്ടെ. തലമുറയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, കടകടിയാൽ ഭാരപ്പെടുന്നവർ, ബിസിനസ് പരാജയപ്പെട്ടവർ, വിദേശത്തായ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിവിധ പ്രതിസന്ധികൾ കടന്നു പോകുന്ന എല്ലാ ജനത്തെ, രോഗികളായിരിക്കുന്നവരെ എല്ലാ കർത്താവ് സൗഖ്യം വിടുതൽ കൊടുക്കണമേ. സകലത്തിനും ദൈവനീതി വെളിപ്പെടുത്തിയ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.